ഹലോ ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കാണ് മാറ്റി ഇറങ്ങിയെന്ന് ചോദിക്കും, ഒരു എൻഗേജ്മെൻറ്റിനാട്ടോ. അപ്പം നമ്മൾ മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻഗേജ്മെൻറ്റുള്ള സ്ഥലത്തേക്ക് പോവുക കേട്ടോ. ഞങ്ങൾ പോകുന്നത് പാപ്പൻ്റെ മോളെ എൻഗേജ്മെൻറ്റാണ്, പന്തിരങ്കാവാണ്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ ഒക്കെ സ്പീഡപ്പ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ സമയം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം പോട്ടെ കേട്ടോ. എന്നാൽ ശരി, ബാക്കി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേ അല്പം ലേറ്റായിപ്പോയി കേട്ടോ. അല്പം ലേറ്റായിപ്പോയിന്ന് ഓരോ മിനിറ്റിൽ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് ഇറങ്ങി അതേ സമയത്തായിരുന്നു ഞങ്ങളും വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഒരു നടക്കുന്നതിന് 2 മിനിറ്റ് സ്പീഡിൽ അങ്ങ് നടന്ന് ഞാൻ വേഗം വീട്ടിൽ കയറിയിട്ടോ. കാരണം അവർ വരുന്ന വീഡിയോ എടുക്കുക ചേച്ചി, പക്ഷേ വരുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എത്തിയപ്പം തന്നെ എല്ലാവരുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഇതാക്കുമ്പോഴത്തേക്കും അവർ ഇറങ്ങി വന്ന് ചോക്ലേറ്റ് കൊടുക്കാനായി. അപ്പം ഞാൻ വേഗം വീഡിയോ എടുത്തു. കാരണം അല്ലേ, അവർ വന്നപ്പോൾ ഞാൻ അവരെ തന്നെ നോക്കി എന്താ ചെയ്യുന്നതെന്നൊക്കെ കാണാൻ ഒരു ഇത് നമുക്കൊരു എന്താ പറയുക, ആകാംക്ഷ ഉണ്ടാവില്ലേ. അപ്പം പെട്ടെന്ന് വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര വീഡിയോ എടുക്കാനിരിക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അവർ ചോക്ലേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായിട്ട് വന്നവർ ഓരോന്ന് കൊടുക്കുകയാണ്. ഒരു ഫോണ് എനിക്ക് അവർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വലിയ നിലപാടില്ല കേട്ടോ. കാരണം നമ്മൾ പരിചയപ്പെട്ട് വരാൻ പോകുന്നല്ലേ. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ ഒന്നുമില്ലായിരുന്നു, ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടാമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ വന്ന് വേഗം ഫുഡൊക്കെ കഴിച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഒരു വേഗം തിരിച്ചു പോയിട്ടോ. നമുക്ക് ഇനിയും കല്യാണം വരുന്നുണ്ടല്ലോ, അപ്പോൾ വഴിയെ ഓരോരുത്തരെ പരിചയപ്പെടാമെന്നുള്ള ലെവലിലാണ്. പിന്നെ ഇതൊക്കെ എൻ്റെ അച്ഛനും ചേച്ചിയുണ്ട്, ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, വേറൊരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവളെ ഹസ്ബൻഡ് മോളുണ്ട്. ഈ ഗ്രീൻ സാരി കേട്ടോ ചെക്കൻ്റെ അമ്മ. പിന്നെ ഇത് ആരാന്നെനിക്ക് അത്ര അറിയില്ല. എന്തായാലും അവരൊക്കെ കൊടുത്ത് അവർ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ബാക്കിൽ കുറച്ച് താടി വെളുത്തായിട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടോ അറിയില്ല, അതാണ് പെണ്ണിൻ്റെ അച്ഛൻ കേട്ടോ. പിന്നെ നമ്മൾ സ്ഥിരം വീഡിയോയിൽ അധികം ഉണ്ടാവാറുണ്ടായിരുന്നു എൻ്റെ പാപ്പൻ. ഈ വെള്ളം കൊണ്ടുപോയതാണ് പാപ്പൻ. പിന്നെ എല്ലാവരും നിൽക്കുകയാണ്. നല്ല സ്ഥല സൗകര്യം കുറവുണ്ട് കേട്ടോ. കാരണം ഫ്രണ്ടിലും അത്ര ഇതില്ല, ബാക്കിൽ ഒരു 5-6 ടേബിൾ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ വെച്ച് കൊണ്ടുവരിക ചെയ്തത്, കാരണം സൗകര്യം വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സൗകര്യത്തിൽ 2 ഫാമിലി നിൽക്കുകയാണ്. ചൂട് കാരണമായിട്ട് നല്ലോണം വെള്ളം കുടിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെള്ളം. കാരണം മുന്തിരിനകത്ത് സർബത്തട്ടം പാർന്നാണ് തോന്നുന്നത്. നല്ലൊരു ഫ്ലേവർ, കുടിക്കുമ്പോൾ നല്ലൊരിത്. അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗമായിട്ട് ഇരുന്ന് ഇങ്ങനെയാട്ടോ. എല്ലായിടത്തിലും ഇങ്ങനെ തന്നെ ആയിരിക്കില്ല ഒരുവിധം. നമ്മളിവിടെ ഇങ്ങനെയാണ് കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവർ. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. നവംബർ 3-നാണ് ഡേറ്റ് കണ്ടത്. അപ്പം അതിനെപ്പറ്റി സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇതിൻ്റെ ചേച്ചിമാരെ മക്കളാട്ടോ. ഒന്നിൻ്റെ മോനാണ്, ഭയങ്കര മടിയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരാനല്ല കേട്ടോ, അല്ലാതെ എന്താ പറയുക, പൊതുവെ സംസാരിക്കാനും എല്ലാത്തിനും ഒരു പിന്നെന്താ അതായത് ഡെയിലി കണ്ട് പരിചയം. കാരണം നമ്മളൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒത്തുചേർന്ന് അങ്ങനെ കേട്ടോ. കാരണം അല്ലാണ്ട് എല്ലാവർക്കും തിരക്കാണ്, ഓരോരുത്തരായിട്ട് പോകുന്നു. ചേച്ചിമാരാട്ടോ 2 വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതൊരു വേറൊരു കസിനാണ്, ഇവളെ മാരേജ് ആണ് ഇനിയുള്ളത്, എൻഗേജ്മെൻ്റാണ് വരാൻ പോകുന്നത്. അപ്പം ഓരോ തിരക്ക് കാരണം ഓരോരുത്തർ ഓരോ വഴിയിലാണ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അവർ പോയി കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കാമായിരുന്നു. കസിൻസും പിന്നെ ആൻറ്റീൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഈ ഒരു ചെറിയൊരു ഇതിലാട്ടോ നമ്മൾ ഉള്ള സൗകര്യത്തിലെല്ലാവരും നിൽക്കുക. ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണി വെച്ച് കൊണ്ടുവന്നാട്ടോ, നമ്മൾ അവിടെ വീട്ടിലുണ്ടാക്കിപ്പിച്ചല്ല. ചിക്കൻ പൊരിച്ചതും ഉണ്ടായിരുന്നു, ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഒരു പാപ്പനാട്ടോ. പാപ്പന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. പാപ്പൻ്റെ ഭാര്യയും മോളുമാണ്. ഇത് വേറൊരു മോള്, 2 പെൺകുട്ടികളാട്ടോ. ഈ കുട്ടീനെ എടുത്തത് അവളുടെ ഹസ്ബൻഡാണ്. മോളാണ് അവളുടെ പേര്, നിർവി എന്നാട്ടോ പേര്. ഒരു ക്യൂട്ട് ബേബിയാണ് കേട്ടോ അത്. പിന്നെ ഒരു ടാറ്റൊക്കെ പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പോകാൻ നേരത്താട്ടോ കമ്പനി ആയതിട്ട് അവൾ. അതിനെക്കൊണ്ട് ഭയങ്കര ഒരു ഇത് പോയപ്പോൾ അപ്പം ഞാനും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. ഇത് കല്യാണപ്പെണ്ണിൻ്റെ അമ്മ, അതായത് ആൻറ്റി, പാപ്പൻ്റെ ഭാര്യ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ മോന് ഫോണ്. കാരണം അവർ മറ്റേ കസിൻസിൻ്റെ മക്കളൊക്കെ വന്നപ്പോൾ ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടാൻ ഭയങ്കര മടി. അപ്പോൾ ഓരോരുത്തർ ഓരോ ഫോൺ കൊണ്ടിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുക.
ഞാൻ എല്ലാവരുടെ അടുത്തും ടാറ്റ പറഞ്ഞിറങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു. പകുതി സ്ഥലം എത്തിയപ്പോൾ നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ ചാർന്നുള്ളൂ, പക്ഷേ ആ ചാറ്റിൽ ഭയങ്കര നല്ല സ്ട്രോങ് ആയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീമൊക്കെ തിന്നാൻ തോന്നി. അപ്പോൾ ഒരു കടയിൽ നിർത്തി ഐസ്ക്രീം വാങ്ങിച്ചു. അവിടുത്തെ നിശ്ചയവിയിലുള്ള ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവന് മാംഗോ ബാർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ വീട്ടിലോട്ട് പോയി വരുന്നുണ്ടോ. ഇതിങ്ങനെയാണ് പകുതി സ്ഥലത്ത് നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണോ? ഇത് ഓരോ സ്റ്റോപ്പ് ബേസാണ് തോന്നുന്നത്. കാരണം ഒരു സ്ഥലം എത്തുമ്പോൾ മഴ ഉണ്ടാവും, ഒരു സ്ഥലത്ത് എത്തുമ്പോൾ മഴ ഉണ്ടാവില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഓരോരുത്തർ നമ്മളെ പാടത്ത് കുതിരയൊക്കെ കൊണ്ട് വന്ന് റൈഡ് നടത്തുന്നുണ്ട്. നമ്മളെ പാടല്ല കേട്ടോ, നമ്മളെ ഫ്രണ്ടിൽ, അതായത് വരുന്ന വഴിയില്ല പാടത്താണ്. അപ്പം നമുക്ക് ഫിഷ് ഫുഡൊക്കെ വാങ്ങാണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ. അവിടെ നിന്ന് അതും വാങ്ങി. 2 മീൻ വാങ്ങി. ഞാൻ ആദ്യം വാങ്ങിച്ച 4 എണ്ണം ചത്തുപോയിട്ടോ. ഇപ്പോൾ ഞാൻ 2 എണ്ണത്തിനും കൂടി വാങ്ങിയിട്ടുണ്ട്. എന്താവോ എന്തോ അറിഞ്ഞൂടാ. ഈ വലിയ മീനിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. എന്താ പേരെന്നറിയില്ല. അറിയെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇവന്മാരായിരുന്നു എൻ്റെ അടുത്തുള്ളത്. അത് ചത്തുപോയി. ഇതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മഴ അത്യാവശ്യം ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോട്ടെ, രാത്രി ആവാനായിട്ടുണ്ട്. ഇനിയത്തെ വീഡിയോ എടുക്കുന്നത് കാണാൻ നടക്കില്ല, കാരണം നല്ല നൈറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുക.